അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ നല്ല കേട്ടോ, ഞാൻ തന്നെ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ കൊണ്ടുവരുന്നത്, അതും ഡൈലി വ്ളോഗൊക്കെ ആയിട്ട്. എവിടേക്കും പോയിട്ടില്ല കേട്ടോ. ഹോസ്റ്റലിലത്തെ വിശേഷങ്ങൾ ഇട്ടിട്ട് പിന്നെ ഈ വൈക്കിനെ കണ്ടിട്ടുണ്ടാവില്ല. ക്ലാസ്സും ഹോസ്റ്റലിലത്തെ തിരക്കും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാനേ പറ്റും. ഈ യാത്ര എടുക്കാന്നല്ലേ ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങൾ എവിടേക്കെങ്കിലും ഒരു സ്റ്റേക്കേഷൻ ഇടയ്ക്ക് പോകാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ക്ലാസ്സിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ പോവലൊക്കെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കാലത്തിന് ശേഷം ഇവരെ കാണുന്നത്. പിന്നെ എവിടെ പോകുമ്പോഴും ഞങ്ങൾക്ക് ഷുഗർ ഫിൽസ് പോയിട്ട് കുറച്ച് മുട്ടായും കാര്യങ്ങളും എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷാജുവിന്റെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ പോയാലാണെങ്കിൽ ഒരു ചാമ്പക്ക വരയ്ക്ക് ഞങ്ങൾക്ക് എന്തായാലും മസ്റ്റാണ്. പ്രാവശ്യം പോയപ്പോൾ റംബൂട്ടാനും അതുപോലെ തന്നെ ചക്കപ്പും അങ്ങനെ എന്തെല്ലോ തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റിസോർട്ട് തിന്നുമ്പോൾ നല്ല ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടാണ് പിന്നെ റിസോർട്ടിലോട്ട് പോയത്. പിന്നെ ആഴ്ചമോ നേരെ ഇവിടുക്കാട്ടോ വരിക. അങ്ങനെ എല്ലാവരും എത്തി ഒരു ഉറക്കം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് നേരെ പോയിട്ടുണ്ടായിരുന്നു കർമ്മ റോഡിലോട്ടാണ്. പിന്നെ അവിടെ കുറച്ചൊരു എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ റിസോർട്ടിലോട്ട് പോയി നെക്സ്റ്റ് ഡേ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കലായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിലോട്ടുള്ള വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അവിടെ നിന്നപ്പോൾ തന്നെ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. നൈറ്റ് ഷൂട്ട് എടുക്കണം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ എനിക്ക് ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോകണം. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയുള്ളൂ. നെക്സ്റ്റ് കുഞ്ഞു വ്ളോഗായിട്ട് വരാം. അതുവരെ ബൈ.